മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മ ഒരു കാലത്ത് മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ 2017 നടി ആക്രമണ കേസോടെ സംഘടനയുടെ തകർച്ച തുടങ്ങി. ഈ സംഭവത്തിന് പിന്നാലെയാണ് സംഘടനയിലെ പല അനഭിലഷണീയമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. അന്ന് ആക്രമിക്കപ്പെട്ട ആ നടിക്കൊപ്പം ആത്മാർത്ഥമായി നിൽക്കാൻ അമ്മ എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്നൊരു സംഘടനയ്ക്ക് ചില നടിമാർ രൂപം നൽകിയത്. ഇന്നിപ്പോൾ താരസംഘടനയായ അമ്മയിൽ തമ്മിലടിയും വിഴുപ്പലക്കലും മാത്രമാണ് നടക്കുന്നത്. ഇന്നലെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രൂക്ഷമായ വാക്കേറ്റവും പൊട്ടിത്തെറിയും സഹപ്രവർത്തകർ തമ്മിലുണ്ടായി. അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി ഒരു സംഘടനയെ എത്രത്തോളം ദുഷിപ്പിക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അമ്മ എന്ന സംഘടനയുടെ ഇന്നത്തെ അവസ്ഥ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു അന്ന് അമ്മയെ നയിച്ചിരുന്ന മോഹൻലാൽ പ്രസിഡന്റായ ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ താരങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിക്കുന്നത് നാം കണ്ടു. ഒടുവിൽ നടി ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഒരു ഭരണസമിതി ചരിത്രം കുറിച്ച് അധികാരത്തിലെത്തി. സ്ത്രീകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യമുള്ളതായിരുന്നു ഭരണസമിതി. അമ്മയിൽ വിപ്ലവം എന്നൊക്കെ അന്ന് പ്രകീർത്തിച്ച നടന്മാരുടെ എല്ലാം മനസ്സിൽ പക്ഷേ അധികാരം സ്ത്രീകളിലേക്ക് പോയതിൻ്റെ അമർഷമായിരുന്നു. അന്നു മുതൽ അവരെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ നീങ്ങിയത്. ഇന്നലത്തെ ജനറൽ ബോഡിയിൽ നാടകീയമായി നിലവിലെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചൊഴിയുന്നതാണ് കണ്ടത്. ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ചിലർ നടത്തിയ നീക്കത്തിന്റെ ബാക്കിപത്രമായിരുന്നു കൂട്ടരാജി. അവരെ പുകച്ച് പുറത്തു ചാടിക്കാൻ കണ്ട വഴിയായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്നത്. അത് മനസ്സിലാക്കി ശ്വേതയും സംഘവും രാജിവെച്ചൊഴിയുകയായിരുന്നു. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, സംഘടനയിലെ അംഗത്വവും ശ്വേത ഒഴിഞ്ഞു. ഭരണസമിതിക്ക് ഇന്നലെ ജനറൽ ബോഡിയിൽ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് നടൻ ബാബുരാജ് പറഞ്ഞത്. ട്രഷറർ മാറി നിന്നതിനാൽ കണക്ക് കൃത്യമായി അവതരിപ്പിച്ചില്ല. അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന കണക്ക് ശരിയായിരുന്നില്ല. ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഇത് പാളിച്ചയാണ്. അവിശ്വാസ പ്രമേയത്തിന് ചില അംഗങ്ങൾ അനുമതി തേടിയിരുന്നു. തുടർന്ന് ഭരണസമിതി രാജിവെച്ചൊഴിയുകയായിരുന്നു എന്നാണ് ബാബുരാജ് പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ച ജഗദീഷാണ് അഡ്ഹോ കമ്മിറ്റിയെ രൂപീകരിച്ച വിവരം അറിയിച്ചത്. MLA കൂടിയായ നടൻ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ് അഡ്ഹോ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, കൃഷ്ണപ്രഭ, ഡോക്ടർ റോണി, ആശാ അരവിന്ദ്, കലാഭവൻ ഷാജോൺ, ദേവി ചന്ദന എന്നിവരടങ്ങിയ 9 അംഗ കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ വിലയും നിലയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ എന്ന സംഘടന. അവിടെ വെച്ചാണ് കോൺഗ്രസ് MLA കൂടിയായ രമേഷ് പിഷാരടി ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നതാണ് ഏറെ നിർണായകം. ഒന്നിച്ച് പ്രവർത്തിക്കുന്ന താരങ്ങൾ ഇപ്പോൾ പരസ്പരം മുഖത്തുപോലും നോക്കാനാകാത്ത വിധം കാലുഷ്യത്തിലാണ്. പല ഗ്രൂപ്പുകളായി ഇവർ തിരിഞ്ഞിരിക്കുന്നു. പരസ്യമായി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. പരസ്പരം കേസുമായി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങുന്നു. സ്ഥാനമൊഴിഞ്ഞ ശ്വേതാ മേനോൻ തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അമ്പയിലെ അംഗത്വം പോലും വലിച്ചെറിഞ്ഞത്. അപ്പോൾ പലർക്കെതിരെയും പല വെളിപ്പെടുത്തലുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിനോടകം നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ കേസുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അൻസിബയ്ക്കെതിരെ നടി ലക്ഷ്മി പ്രിയയും കേസുമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ അകന്നിരിക്കുന്നവരെ ഒന്നു ചേർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാകും.